നമ്മുടെയൊക്കെ നാട്ടിലൊരു മരണം നടന്നാൽ അവിടെ നമ്മൾ സാധാരണ കാണാറുള്ള മയ്യത്തിന്റെ അടുത്തിരുന്ന ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഇത് ഇസ്ലാമിൽ ഉള്ളതാണോ, ആചാരമാണോ, അല്ല അനാചാരമാണോ? ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ കിറാം കാണിച്ചു തന്നതാണോ? ഏതെങ്കിലും ഒരു സഹാബിയുടെ മരണ വീട്ടിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന നമ്മുടെ തങ്ങളാകുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നപ്പോ ഏതെങ്കിലും ഒരു സഹാബിയുടെ മരണ വീട്ടിൽ ആ സഹാബിയുടെ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഏതെങ്കിലും മറ്റുള്ള സഹാബികൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, മുത്തുനബി അതിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് കണ്ടിട്ട് മൗനം പാലിക്കുന്നത്, പാരായണം ചെയ്യാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് പ്രമാണത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല പറയുന്നത്. കേരളക്കരയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ന് മദ്ഹബിന്റെ പക്ഷപാതിത്വം അനുസരിക്കുന്നവരും അത് പ്രഖ്യാപിക്കുന്നവരുമായ ആളുകൾ, കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഷാഫി മദ്ഹബിലെ ആ മദ്ഹബ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നിങ്ങളെ, എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഷാഫി മദ്ഹബിലെ പ്രമുഖ തഫ്സീറാകുന്ന, ആധികാരികമെന്ന് അഭിപ്രായപ്പെടുന്ന തഫ്സീറാകുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. ആ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ നിങ്ങളോട് ഈ ആയത്തിന്റെ വിശദീകരണമായി പറയുന്നത് എന്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമായി ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന സ്ഥലത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി ഇമാമിന്റെ ഖൗലായി ഉദ്ധരിക്കുന്നത് തഫ്സീറിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: വമിൻ ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ഷാഫിഈ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവെടുക്കുകയാണ്. ഏതായത്തിൽ നിന്ന് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതാണ് ലഭിക്കുക എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവെടുക്കുകയാണ്. വമനിത്തബഅഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പിന്തുടർന്നവരും തെളിവെടുക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇമാം ഷാഫിക്ക് പറയാനുള്ളത്? അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗത, മരണപ്പെട്ട ഒരാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവനിലേക്ക് എത്തുകയില്ല. അത്ര ക്ലിയർ ആണ്. ബാക്കി കേട്ടോളൂ നിങ്ങള്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഈ പരിസരത്തുള്ള പള്ളികളിൽ തഫ്സീർ ഉണ്ടാകാം, എടുത്ത് നിങ്ങൾക്ക് മറിച്ചു നോക്കാം. എന്താ പറയുന്നത്? അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗത, മരിച്ച ഒരാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം അയാളിലേക്ക് കിട്ടുകയില്ല, എത്തുകയില്ല. കാരണം എന്താ? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് മരണപ്പെട്ടവന്റെ പ്രവൃത്തിയിലോ മരണപ്പെട്ടവന്റെ അധ്വാനത്തിലോ പെട്ടതല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു സുന്നത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉമ്മത്തഹു, അവിടുത്തെ ഉമ്മത്തിന്, മുത്തുനബിയുടെ ഉമ്മത്തിന് അങ്ങനെ ഒരു സുന്നത്ത് മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, പ്രവാചകനിൽ നിന്ന് സൂചനാപരമായ തെളിവോ ഗണ്ഡിതമായ തെളിവോ ഉറപ്പുള്ള തെളിവോ അല്ല ബലഹീനമായ ഒരു തെളിവോ ഒരു സൂചന നൽകിക്കൊണ്ടുള്ള തെളിവോ മരിച്ചൊരാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ വന്നിട്ടില്ല. മാത്രമല്ല വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ റളിയല്ലാഹു അൻഹും, ഇനി നബിയിൽ നിന്ന് വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഒരൊറ്റ സഹാബിയും മരിച്ചൊരാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ പറയുന്ന ഒരു ഉദ്ധരണിയും ഉദ്ധരിച്ചു വന്നിട്ടില്ല. വലൗ കാന ഖൈറ, അതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ ലസബഖൂന ഇലൈഹി, നമ്മളെക്കാൾ മുമ്പ് സഹാബത്ത് ചെയ്യുമായിരുന്നു. ഇതാണ് എവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മരിച്ചാൽ ആ മരണത്തെ ആ മയ്യത്തിന്റെ അടുത്തിരുന്ന്, മരിച്ചുപോയാൽ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമ്പ്രദായം ഈ കുഞ്ഞിപ്പള്ളിയിലും തലശ്ശേരിയിലും വടകരയിലും ഈ കേരളത്തിന്റെ മുക്കുമൂലകളിലും ഗ്രാമാന്തരങ്ങളിലും നടക്കുമ്പോ സെലഫികൾ എന്ന് പറയുന്നവർ, മുത്തുനബിയുടെ സഹാബത്തിനെ പിന്തുടർന്നു വരുന്നവർ, അതേ മുൻഗാമികളുടെ ചര്യ പിൻപറ്റണമെന്ന് പറയുന്നവർ, അതാണ് ഇസ്ലാമിന്റെ മാതൃക എന്ന് പറയുന്നവർ, പലരും അവർ ബിദ്അത്തിന്റെ കക്ഷികളാണ് എന്ന് പറഞ്ഞ്, പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ വിശദീകരിച്ച ഒരു കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഞാൻ പറയുന്നു, ഈ മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുക എന്നത് ആര് കെട്ടിപ്പടച്ചതാണ്? മുത്തുനബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഷാഫി ഇമാം പോലും പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാര്യം സഹാബത്തിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടില്ല.
അതിന്റെ തെളിവാണ് ഞാൻ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ നിന്ന് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ ശറഹ് ഞാൻ ഇവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി കേട്ടോളൂ രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഇത് ഇസ്ലാമിലില്ല, ഇത് പുത്തനാചാരമാണ്. ഇത് ചെയ്യുന്നവരാണ് ചെയ്യാത്ത മുജാഹിദുകളെ, ഇത് ചെയ്യുന്നവരാണ് ചെയ്യാത്ത സലഫികളെ നിങ്ങളാണ് പുത്തൻവാദികൾ എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന വിരോധാഭാസം നിങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സലഫികൾ മുൻഗാമികളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് മിണ്ടാതെയാണ് പോവാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബ കിറാം, മുൻഗാമികളായ ആളുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ നടക്കുകയും മിണ്ടാതെ പോവുകയുമാണ് ചെയ്യാറുള്ളത് എന്ന് മുജാഹിദുകൾ പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന കുഞ്ഞിപ്പള്ളിയിലെ മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവാം. കാരണം നിങ്ങൾ എതിർക്കുന്ന ഒരു കക്ഷിയായതുകൊണ്ട് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാരാ ലോകത്ത്? ഇമാം നബവിയാണ്. ഇമാം നബവിയുടെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണെന്നറിയുമോ? അൽ അദ്കാർ എന്ന് പറയുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കാം. കേട്ടോളൂ, മയ്യത്ത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന്. വഇലം, ആരാ പറയുന്നത്? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി ലോകത്തിന്റെ മുമ്പിൽ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോ അൽ അദ്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം നബവി പറയുന്ന വാക്കാണ് ഇങ്ങനെ: വഇലം, ഓരോ വ്യക്തിയും അറിയണം. എന്തറിയണം? അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും, അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹിം, മുൻഗാമികളായ ആളുകളുടെ നേരായ ചൊവ്വായ ഋജുവായ തെറ്റാത്ത മാതൃക എന്നത് ഇമാം നബവി പറയാണ്. മുൻഗാമികളായ ആളുകളുടെ നേരായ ചൊവ്വായ തെറ്റാത്ത വക്രതയില്ലാത്ത പാത എന്ന് പറയുന്നത് ഏത് വിഷയത്തിൽ? മയ്യത്ത് കൊണ്ടുപോകുമ്പോ അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ മിണ്ടാതെയാണ് പോവേണ്ടത്. അത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പല വിശദീകരണങ്ങളും വരാൻ സാധ്യതയുണ്ട്. വർത്തമാനം പറയുമെന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിക്ർ ചെല്ലുന്നത്, ഉറക്കെ ചെല്ലുന്നത്. അതെ, സംസാരിച്ചു പോകുമെന്നതുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കെ ദിക്ർ ചെല്ലുന്നത്. ദിക്ർ ചെല്ലരുത്, ഉറക്കെ ചെല്ലരുത് എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. എങ്കിൽ ഇമാം നബവി പറയുന്നത് കേട്ടോളൂ: അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോകണം. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്. ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്. വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ടും ശബ്ദമുയർത്തരുത്. വലാ ഗൈരി ദാലിക, ഇനി ഖുർആനല്ല, ദിക്റല്ല, അതല്ലാത്ത എന്തെങ്കിലും സംസാരങ്ങൾ കൊണ്ടും നിങ്ങൾ ശബ്ദമുയർത്തരുത്. എവിടെയാണിത് പറയുന്നത്? ഇമാം നബവി എന്നറിയപ്പെടുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനായ ഇമാം നബവിയാണ് പറയുന്നത്. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണമെന്ന് മാത്രമല്ല, ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തരുത്. ഖുർആനുമല്ല ദിക്റുമല്ല, അല്ലാത്ത ഒന്നുകൊണ്ടും നിങ്ങൾ ശബ്ദമുയർത്തരുത്. രണ്ട്, ഞാൻ എന്റെ വിഷയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ രണ്ടാമത്തെ കാര്യം മുൻഗാമികളായ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുജാഹിദുകൾ, സലഫികൾ എന്നറിയപ്പെടുന്നവർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെയാണ് പോവാറുള്ളത്. ഇത് പുത്തനാചാരമാണോ? അല്ല പ്രിയപ്പെട്ടവരെ. 1400 വർഷങ്ങൾക്ക് പിറകിലേക്ക് ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോ, കിതാബുകൾ മറിച്ചു നോക്കുമ്പോ, തെളിവുകളുടെ, പ്രമാണങ്ങളുടെ, ദലീലുകളുടെ അതേ കൃത്യതയിൽ പരിശോധന നടത്താൻ തയ്യാറാകുമ്പോ സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവർ മാതൃകയാക്കിയ നമ്മുടെ തങ്ങളാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മയ്യത്തിന്റെ കൂടെ വർത്തമാനം പറഞ്ഞു പോയിട്ടില്ല, മയ്യത്തിന്റെ കൂടെ ദിക്ർ ഉറക്കെ ചൊല്ലി പോയിട്ടില്ല, മയ്യത്തിന്റെ കൂടെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി പോയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ദിക്ർ ഒരു തർക്കവുമില്ല, ആ ദിക്റിന് പ്രാധാന്യം കുറയുന്നുമില്ല. പക്ഷെ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ആ ദിക്ർ ഉറക്കെ ചൊല്ലി ഒരു പുത്തനാചാരം നമുക്ക് കെട്ടിപ്പടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബ കിറാമും നമുക്കൊരിക്കലും അനുവാദം തന്നിട്ടില്ല. അങ്ങനെ ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞ് നമ്മൾ ദീനിലേക്ക് കടത്തിക്കൂട്ടുകയാണെങ്കിൽ ഈ നല്ല കാര്യം മുത്തുനബി പഠിപ്പിക്കാൻ മറന്നുപോയി എന്ന് പറയേണ്ടി വരും. തന്റെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന ചെയ്തു എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ചേട്ടനേക്കാൾ, അനിയനേക്കാൾ, കച്ചവടത്തേക്കാൾ, ബിസിനസിനേക്കാൾ, സർവ്വതിനേക്കാളും നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോയി എന്ന് പറയാൻ മുസൽമാനെ നിന്റെ നാവിന് കഴിയുമോ? നിന്റെ കൽബിന് അത് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെയാണ് പോയത്. ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ഒരു ശബ്ദമുയർത്തിയ ഖുർആനിന്റെ വചനങ്ങളോ
ദിക്റിന്റെ വാക്കുകളോ സഹാബാക്കിറമാരും കേട്ടിട്ടില്ല. 2 സെലഫികൾ മുൻഗാമികളെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മൗനമായി പോകുന്നു. 3 മരണം നടന്നാൽ 3-ാമത്തെ ദിവസം ആ വീട്ടിലേക്ക് പള്ളിയിലെ ഉസ്താദും ദർസിൽ പഠിക്കുന്ന കുട്ടികളും നാട്ടിലെ പ്രമുഖന്മാരെയും അയൽവാസികളെയും വിളിച്ചു വരുത്തി അവിടെ ഒരു കണ്ണൂക്ക് എന്ന ഏർപ്പാട് നടത്തുന്നുണ്ട്. 7-ന്റെ അന്ന് വേറെ നടക്കുന്നു, 21-ന്റെ അന്ന് വേറെ നടക്കുന്നു, 40-ന്റെ അന്ന് വേറെ നടക്കുന്നു. മരിച്ചതൊരു ഡേറ്റിൽ മാർച്ച്, ഇന്ന് പ്രിയപ്പെട്ടവരെ 28-ാം തീയതിയാണ് മെയ്. അടുത്ത മെയ് 28 വരുമ്പോ ആണ്ട് നടക്കുന്നു. ഇങ്ങനെ മരണ വീട്ടിലേക്ക് ആളെ ക്ഷണിച്ചു വരുത്തി ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു ഭക്ഷണമുണ്ടാക്കി ജനങ്ങൾ അതിനുവേണ്ടി ഒരുമിച്ചു കൂട്ടി അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് മുജാഹിദുകൾ എന്ന് പറയുന്നവരല്ല, മുൻഗാമികളായ കേരളക്കരയിലെ ഷാഫി മദ്ഹബിന്റെ ആളുകൾ മനസ്സിലാക്കുക. അവരുടെ പ്രമുഖന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എന്തെഴുതി വെച്ചു എന്ന് ഞാൻ ഒരു കിതാബിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം, കേട്ടോളൂ. 3-ാമത്തെ കാര്യം, വഅമ്മാ ഇസ്ലാഹു അഹ്ലിൽ മയ്യത്തി തുആമൻ വജമ്മുൻ നാസി അലൈഹി. എങ്ങനെ മയ്യത്തിന്റെ വീട്ടിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും മരണപ്പെട്ടു പോയ മനുഷ്യന്റെ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തുകയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. ഫലം യുൻകൽ ഫീഹി ശൈഉൻ, ഇതിലൊന്നും ഉദ്ധരിച്ചു വന്നിട്ടില്ല, ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ബുഖാരിയിലോ മുസ്ലിമിലോ തുർമുദിയിലോ നസായിലോ ഇബ്നു മാജയിലോ ഏതെങ്കിലും പ്രമുഖന്മാരായ ഹദീസിന്റെ ഈ സമൂഹത്തിന് കേൾപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത പണ്ഡിതന്മാരുടെ റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ ആരുടെയും ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ സാധ്യമല്ല. ഫലം യുൻകൽ ഫീഹി ശൈഉൻ ഫഹുവ ബിദ്അ, അത് ബിദ്അത്താണ്, ഗൈറു മുസ്തഹബ്ബ, നല്ലതല്ലാത്ത, അതേ പ്രിയപ്പെട്ടവരെ പുത്തനാചാരമാണ് എന്ന് ആരാ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഇമാം നബവി തന്നെ പറയുകയാണ്. അപ്പൊ 3-ാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. 1, മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുന്നതിന് അള്ളാഹുവിന്റെ ദീനിൽ പ്രമാണമില്ല, രേഖയില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഉറക്കെ ദിക്റു ചൊല്ലാൻ അള്ളാഹുവിന്റെ ദീനിൽ പ്രമാണമില്ല. മയ്യത്തിന്റെ പേരും പറഞ്ഞ് 3-നോ 7-നോ 21-നോ അല്ലാത്ത ദിവസമോ 40-നോ ആണ്ടിനോ ഒരാളുകളെ വിളിച്ചുകൂട്ടി ഭക്ഷണമുണ്ടാക്കലും അതിന്റെ പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കലും ദീനീപരമായി പ്രമാണത്തിലില്ല. മരിച്ചുപോയ മനുഷ്യന്റെ കണ്ണ് ചാടിപ്പോകുമെന്നത്രേ ഈ വല്ലിപ്പമാര് വിശദീകരിച്ചു കൊടുക്കുന്നത്. കണ്ണൂക്കെന്ത് എന്ന് ചോദിച്ചപ്പോ ചില കാരണവന്മാർ പറഞ്ഞു തരുന്നത്, മരിച്ചുപോയ ഉപ്പയുടെ ഉമ്മയുടെ ജേട്ടന്റെ അനിയന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ ആരുമാകട്ടെ അവിടെ കണ്ണ് ചാടിപ്പോകുന്ന ദിവസമാണ്. ഖബർ എന്ന് പറഞ്ഞ മണ്ണ്, 6 അടി മണ്ണ് ഇടുക്കമുള്ള സ്ഥലത്ത് കിടത്തിയ മനുഷ്യന്റെ കണ്ണിലേക്ക് പുടുക്കൽ കയറി കണ്ണുവരെ ചാടിപ്പോകുന്ന ദിവസമാണ്. ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രമാണത്തിലേതായാലുമില്ല, ഖുർആനിലേതായാലുമില്ല, ഹദീസിൽ എവിടെയുമില്ല, മുൻഗാമികളുടെ പാതയിലില്ല. 3-ാമത്തെ ദിവസം മരിച്ച വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏർപ്പാട്, ഒരു പരിപാടി ദീനിലെവിടെയുമില്ല. എങ്കിൽ ബുദ്ധിക്കെങ്കിലും യോജിക്കുന്നുണ്ടോ? മരിച്ചുപോയ മനുഷ്യന്റെ വീട്ടിലേക്ക് നമ്മൾ തടിച്ചുകൂടി അവിടെ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ടുപോകുന്ന ഒരു ഏർപ്പാട് ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? ഉപ്പാന്റെ കണ്ണ് ചാടി പോകുന്ന ദിവസം തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? എങ്കിൽ നാട്ടുകാരെയും വീട്ടുകാരെയും ഒരു ചിക്കൻ ബിരിയാണി കൊടുത്ത്, ഒരു മട്ടൻ ബിരിയാണി കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വലിയ സദ്യയുണ്ടാക്കി ആഘോഷമാക്കാൻ എവിടെയാണ് അള്ളാഹുവിന്റെ മതം അനുവദിച്ചു തന്നിട്ടുള്ളത്? ഇത് ചെയ്യാത്ത മുജാഹിദ്, ഇത് ചെയ്യാത്ത സലഫി, അല്ലെ, ഇത് ചെയ്യാത്ത യഥാർത്ഥ സുന്നി, അഹ്ലു സുന്ന വൽ ജമാഅ, അതാണ് നമ്മളൊക്കെ യഥാർത്ഥ സുന്നികളാണ്. ഇത് ചെയ്യാത്ത സുന്നിയെ ആളുകൾ വിളിക്കുന്നു ഇവർ പുത്തൻവാദികളാണ് എന്ന്. ഇത് ചെയ്യാത്ത സുന്നിയെ നാട്ടിലെ ബഹുഭൂരിപക്ഷമുള്ള ആളുകൾ വിളിക്കുന്നു ഇവർ പുത്തനാശയക്കാരാണ്. എവിടെയാണ് ദീനിലേക്ക്? ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ദീനിലേക്ക് ഒരക്ഷരമെങ്കിലും പുതുതായി ചേർക്കാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഇതിന്റെ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ കൊച്ചു സംഘം എവിടെയാണ് പ്രിയപ്പെട്ടവരെ? കേരളക്കരയിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് ബിദ്അത്തെങ്കിലും സമൂഹത്തോട് ചെയ്യാൻ പറയുന്നത്, പഠിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ആർക്ക് കാണിക്കാൻ പറ്റും? ഒരിക്കലും കാണിക്കാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ 3-ാമത്തെ കാര്യം പറഞ്ഞു. ഇനി കേട്ടോ, ഖബർ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുത്തൻ ആചാരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഖബർ സിയാറത്ത് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് നിരോധിച്ചു. എങ്ങനെ? ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് നിരോധിച്ചു. ഖബർ സിയാറത്ത് ചെയ്യാൻ അനുവാദം തന്നില്ല. എന്നാൽ പിന്നീട് റസൂലുള്ള പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കണേ, ഫഇന്നഹ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. ഞാൻ പ്രസംഗിക്കുന്നത് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന
അതേ പലരും പേര് കേട്ടിട്ടുള്ള ഒരു മക്ബറയുടെ പരിസരത്തു നിന്നല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വരുന്ന ഒരാൾക്ക് ഏതർത്ഥത്തിലാണ് മരണബോധം കിട്ടുക? അല്ലെങ്കിൽ ഭീമാ ഉമ്മാച്ചയുടെ ഖബർ സന്ദർശിക്കുന്നവർക്ക്, അങ്ങ് അരട്ടക്കപ്പള്ളി സന്ദർശിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങ് ചേറ്റുവ നേർച്ച നടക്കുന്ന സ്ഥലത്ത്, പട്ടാമ്പി നേർച്ച നടക്കുന്ന സ്ഥലത്ത്, അങ്ങ് അപ്പവാനിപ നേർച്ച നടക്കുന്ന സ്ഥലത്ത്, കേരളക്കര എന്ന നിലക്ക് വ്യത്യസ്തമായ പ്രദേശത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു നേർച്ചയുടെ പേരിൽ നമ്മുടെ ഉമ്മയോ വാപ്പയോ നമ്മുടെ മക്കളോ ബന്ധുക്കളോ ഒരു സിയാറത്തിന് നേർച്ചക്ക് പോയാൽ ഏതർത്ഥത്തിലുള്ള മരണബോധമാണ് അവർക്ക് കിട്ടുക? കെട്ടിപ്പൊട്ടിയ ഒരു ഖബറിന്റെ മേലെ പച്ച പുതപ്പിട്ട് മൂടി വലിയൊരു സംഭവമാക്കി വച്ചിരിക്കുന്ന അതിന്റെ പരിസരത്ത് നേർച്ച നടക്കുമ്പോ യന്ത്രഊഞ്ഞാലും മരണക്കിണറും പട്ടികളുടെയും നായകളുടെയും സർക്കസും ഒക്കെ നടക്കുന്ന കൂടാരങ്ങൾ സന്ദർശിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഏതൊരു കുട്ടിക്കാണ് മരണബോധം കിട്ടുക? എവിടെയാണ് പ്രിയപ്പെട്ടവരെ? കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ചേട്ടുവ നേർച്ച എന്ന് പറയുന്ന ഒരു നേർച്ച നടന്നപ്പോ ആനക്ക് മതമിളകി അവിടെ കാണാനെത്തിയ ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്നപ്പോ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എളിയ പ്രബോധകന്മാരെന്ന നിലക്ക് ഞങ്ങൾ കേരളക്കരയിലെ മനുഷ്യരോട് പറഞ്ഞു, മനുഷ്യരെ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണേ. ഒരു നേർച്ചയുടെ പേര് പറഞ്ഞിട്ടാണ്, ഒരു മയ്യത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്, ഒരു കെട്ടിപ്പൊക്കറിയ ഖബറിന്റെ പേര് പറഞ്ഞിട്ടാണ്, ആനക്ക് നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ടുവന്ന് നേർച്ചയുടെ പേര് പറഞ്ഞ് ഈ ഉത്സവം നടന്നതിന്റെ പേരിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ ഒരു ആനയുടെ കാലിനടിയിൽ അമർന്നു പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കണേ എന്ന് പറയുമ്പോ, ആന എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ആനയെ കൊണ്ടുവരരുത് എന്ന് ഖുർആനില്ല എന്ന് പറഞ്ഞ് ആയത്തോതി പണ്ഡിതന്മാർ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പറക്കുന്ന രംഗമായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ കേട്ടിരുന്നത്. എന്നിട്ടും മുസ്ലിം ഉമ്മത്തിന് ചിന്തിക്കാനായില്ല. എങ്കിൽ ഖബർ സിയാറത്ത് എന്തിന് എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണേ. എന്തിന്? ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനി ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ പദം കൂടി കാണാം, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. കുത്തിയിട്ട ഖബർ കാണുമ്പോ, ഉമ്മയുടെ വാപ്പയുടെ ജേട്ടന്റെ അനുജന്റെ ഖബർ കാണുമ്പോ, റബ്ബേ ഈ ആറടി മണ്ണിലേക്ക് ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ, ഈ കൂരിട്ടുള്ള ഖബറിൽ ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ, അഹങ്കരിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ റബ്ബേ, ഞാൻ എന്തിനാണ് ഈ നെഗളിപ്പ് കാണിക്കുന്നത്? ഹുങ്കും വമ്പും വർത്തമാനങ്ങളും എന്തിനാണ് റബ്ബേ? ഈ ആറടി മണ്ണിലേക്ക് വന്ന് ചേരാനുള്ളവനാണല്ലോ റബ്ബേ ഞാൻ എന്ന അർത്ഥത്തിൽ മരണബോധവും നാളെ ചെന്ന് ചേരാനുള്ള പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ബോധവും നിനക്ക് ഈ ഖബർ സിയാറത്തിലൂടെ ഉണ്ടായിത്തീരുമെന്ന് ആരാ പഠിപ്പിക്കുന്നത്? ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഖബർ, മുത്തുനബിയുടെ ഖബർ എത്ര വലിപ്പമുണ്ടായിരുന്നു എന്നറിയുമോ? കുഞ്ഞിപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നവരെ, ഈ നാട്ടിലെ മനുഷ്യരെ, മുത്തുനബിയുടെ ഖബറാണെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ വീടിന്റെ ലിവിംഗ് റൂമിൽ, നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ, നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാളിൽ നല്ല ഫ്രെയിം ചെയ്ത് ഗ്ലാസ് ഇട്ട് അലങ്കൃതമായി വെച്ച ഒരു ഖബറിന്റെ ഫോട്ടോയുണ്ട്. ആരുടെ ഖബറായെന്നറിയുമോ നിങ്ങൾക്ക്? നെറ്റിൽ ആരോ പടച്ചുണ്ടാക്കി വിട്ട മുത്തുനബിയുടെ പേരിൽ ശുദ്ധ കളവ് പ്രചരിപ്പിക്കുന്ന ഒരു ജാറത്തിന്റെ ഫോട്ടോ എടുത്ത് ആ ജാറത്തിന്റെ മേലെ ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഖബറാണ് എന്ന് എഴുതി വെച്ച ഒരു ചിത്രമാണ് നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉംറക്കോ ഹജ്ജിനോ പോയപ്പോ അതിന്റെ ഭാഗമല്ലെങ്കിലും മദീനയുടെ പരിസരത്ത് ചെന്നപ്പോ മുത്തുനബിയുടെ ഖബറിന്റെ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നബിയുടെ ഖബർ? എന്നാൽ കണ്ട സഹാബികൾ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ് കിതാബുകളിൽ ഉള്ളത്. എങ്ങനെ? ജാബിർ റളിയല്ലാഹു പറയാണ്, സഹാബി പറയാണ്, റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വൻ മിൻ ശിബർ, നഹ്വൻ മിൻ ശിബർ, ഒരു ചാണോളം. എങ്ങനെ? ഒരു ചാണ് എന്ന് പോലും പറഞ്ഞില്ല, ഒരു ചാണോളം എന്നാണ് സഹാബികൾ എഴുതി വെച്ചത്. മുത്തുനബിയുടെ ഖബർ കണ്ട സഹാബികൾ പറയാണ്, ഒരു ചാണോളമാണ് നബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുള്ളത്, ഒരു ചാണോളം. ഇത് ചെരക്കല്ലുകൾ പരന്നു കിടക്കുന്ന വിധത്തിൽ മുത്തുനബിയുടെ ഖബർ ഇങ്ങനെ ഒരു ചാണോളം ഉയർന്ന്, പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിലായിരുന്നു മുത്തുനബിയുടെ ഖബർ എന്ന് സ്വഹാബികൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. എങ്കിൽ അങ്ങനെയാണോ എന്ന് ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ് ആണോ അല്ലേ എന്നൊക്കെ റബ്ബിന്റെ കോടതിയിലെ തീരുമാനമാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 5 നേരത്തെ നമസ്കാരം പോലും മര്യാദക്ക് നിർവഹിക്കാത്ത ഈ അടുത്ത കോഴിക്കോടിന്റെ പരിസരത്ത് നടന്ന പ്രസംഗത്തിൽ ഒരു പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ഒരാൾ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വലിയ വലിയ മഹത്തുക്കളായ വലിയ വലിയ ഔലിയാക്കന്മാരുടെ ദർജയിലേക്ക് എത്തിയ ആളുകൾ, അവരോട് നാട്ടിൽ ജീവിച്ച സമയത്ത് തന്നെ ചോദിച്ചു, CM-നെ പോലെയുള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങളെക്കുറിച്ചൊരു പരാതിയുണ്ട്. എന്താ പരാതി? നിങ്ങൾ നിസ്കരിക്കുന്നില്ല, പള്ളിയിൽ വരുന്നില്ല, നിങ്ങൾ നിസ്കരിക്കുന്നത് ആരും കാണുന്നില്ല എന്ന പരാതി നിങ്ങളെ കുറിച്ച് പറയുന്നു. ഔലിയാക്കന്മാരുടെ ലിസ്റ്റിൽ വലിയ ദർജ, ഉന്നതമായ പദവി കൊടുത്ത് ഈ ഒരു നൂറ്റാണ്ട് മുഴുവൻ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന CM എന്ന് പറയുന്ന
ആ മനുഷ്യനോട് ചോദിച്ചപ്പോ CM ഇങ്ങനെ കൈ ഇങ്ങനെ പരത്തിപ്പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈയിന്റെ ഉള്ളനടിയിലേക്ക് നോക്കൂ എന്ന്. നോക്കിയ ആളുകൾ കണ്ടത് ഒരു വീഡിയോ ആയിരുന്നു. എന്താ വീഡിയോയിലുള്ളതെന്നറിയുമോ? അദ്ദേഹം മക്കത്ത് ഇമാമായിരുന്നു നമസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതെ, എങ്ങനെ ഈ ചിത്രം? ഇത് 2022-ലും 2023-ലും, പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഈ 2022-ലും 2023-ലും പ്രസംഗിക്കുകയാണ്. വാദത്തിന് ഞങ്ങൾക്ക് മാറ്റമില്ല. അങ്ങനെ പലതും മൗലിയാക്കന്മാരിൽപ്പെട്ട ആളുകൾക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അവർ നിസ്കരിക്കുന്നില്ല എന്നതാണ്. അല്ല സുഹൃത്തുക്കളെ, അവർ മക്കത്തും മദീനത്തും ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാമ് നിൽക്കുകയാണ്. എന്നുവരെ ഔലിയാക്കന്മാരെ പറ്റി നിസ്കാരം ഉപേക്ഷിച്ചവൻ നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്ന് സംശയത്തിനിടമില്ലാത്ത വിധം പറഞ്ഞ തങ്ങളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കൊരു വിലയും കൽപ്പിക്കാതെ ഇവിടെ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും മക്കത്തോ മദീനത്തോ വേറെ തടി നിസ്കരിക്കുന്നുണ്ടാകുമെന്ന അർത്ഥത്തിൽ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ കബറുകൾ കെട്ടിപ്പൊക്കുകയാണ്. എന്റെ വിഷയത്തിൽ 5-ാമത്തെ ഹദീസ് നിങ്ങൾ കേട്ടോളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖനായ സഹാബി ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ. അദ്ദേഹം പറയാണ്, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു പറയുകയാണ്, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ഖബർ നിങ്ങൾ കുമ്മായമടിക്കരുത്. കുഞ്ഞിപ്പള്ളിയിലെ കെട്ടിപ്പൊക്കിയ ജാറത്തിന്റെ വെളിപ്പാടകലെന്ന് ഞാൻ സംസാരിക്കുമ്പോ ഇത് കേൾക്കുന്ന പണ്ഡിതന്മാർ ഈ പരിസരത്തുണ്ടെങ്കിൽ കിതാബ് മറിച്ചു നോക്കിക്കോ. ഇങ്ങനൊരു ഹദീസ് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലുണ്ടോ ഇല്ലേ? എന്നിട്ടും എന്താ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താത്തത്? എന്താ ഈ സമൂഹത്തെ ഉത്ബോധനം നടത്താത്തത്? കേട്ടോ നിങ്ങൾ ഹദീസ്. നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ഖബർ നിങ്ങൾ കുമ്മായമടിക്കരുത്. കേട്ടോ, അടിച്ചിട്ടുണ്ടോ? ഖബർ നിങ്ങൾ സിമന്റ് ഉപയോഗിച്ച് കെട്ടല്ലേ. ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ഹദീസിലെ 3-ാമത്തെ കാര്യം, ആ ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. ഇത് പ്രിയപ്പെട്ടവരെ ഒരു ഹദീസിൽ വന്നു, മറ്റൊരു റിപ്പോർട്ടിൽ 4-ാമത്തെ കാര്യവും വന്നു, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതി വെക്കരുത്. കേട്ടോ, ഇത് കേട്ടിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവർ, മുജാഹിദുകളും വിസ്ഡമൊക്കെ ബിദ്അത്തിന്റെ ആളുകളാണ്, പുത്തനാശയക്കാരാണ് എന്ന് പറയുന്നവർ, ഞാൻ ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂൽ 4 കാര്യം ഖബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റോ കുമ്മായമോ പൂശരുത്. ആരാണത് ഉപയോഗിച്ചത്? ഞങ്ങൾ നബി അംഗീകരിച്ചു, സഹാബത്തിന് അംഗീകരിച്ചു. ഞങ്ങൾ ഒരൊറ്റ സലഫി മരിച്ചാലും ഇല്ല സുഹൃത്തുക്കളെ, ഒരു ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശാറില്ല. നിങ്ങൾ ഖബർ കെട്ടിപ്പടുക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നുവരെ ലോകത്തെവിടെയും സലഫികൾ ഖബർ കെട്ടിപ്പടുത്ത് ഒരു ജാറമാക്കി മാറ്റാറില്ല. 3-ാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഖബറിന്റെ മേലെ കയറിയിരിക്കരുത്. ഒരു കുറ്റിപ്പുര കെട്ടി, അതേ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്നതിന് വേണ്ടി ആളുകളെ കൂലി കൊടുത്തിരുത്തി ഖബറിന്റെ മേലെ കൊച്ചു കൊച്ചു കുടിലുകൾ കെട്ടിയുണ്ടാക്കുന്നത് ആരാ? സലഫികളാണോ? ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞു. ഒരു 786 എന്ന് എഴുതിയ സ്ലാബ് വാങ്ങാൻ സലഫികളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണോ? അല്ല, എഴുതരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കിനെ ഞങ്ങൾ ഇതാ മനസ്സാ വാചാ കർമ്മന അംഗീകരിക്കുകയാണ്. ഞങ്ങൾ അതേപടി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഖബറിന്റെ മേലെ ഞങ്ങൾ ഉമ്മയുടെ പേര് എഴുതി വെക്കാറില്ല, ജനിച്ച ഡേറ്റ് എഴുതി വെക്കാറില്ല, മരിച്ച ഡേറ്റ് എഴുതി വെക്കാറില്ല, ഒരു 786 എഴുതി വെക്കാറില്ല. നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി ഓരോ അക്ഷരങ്ങളും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാകുന്ന 786 എന്ന സംഖ്യ ഞങ്ങൾ എഴുതി വെക്കാറില്ല. ആരാ പുത്തനാശയക്കാർ? ആരാ പുത്തനാശയക്കാർ? ചിന്തിക്കണം ഈ നാട്ടിലെ മനുഷ്യർ, ഇത് കേൾക്കുന്നവർ. 5-ാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്, ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ ഉപയോഗിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. ഈ 4 കാര്യവും ചെയ്യുന്നവരാണ് മുത്തുനബിയോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നവർ, മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവർ, അതിനുവേണ്ടി റോഡ് വരെ ബ്ലോക്ക് ചെയ്യുന്നവർ, ജനിച്ച ഡേറ്റോ മാസമോ കണക്കാക്കി ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവർ, മുഷ്ടിചുരുട്ടി വായുവിലെറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് റോഡ് ബ്ലോക്ക് ചെയ്യുന്നവർ, ചീറിപ്പാഞ്ഞ് കടന്നു വരുന്ന ആംബുലൻസുകളെ വരെ ബ്ലോക്കാക്കി നിർത്തുന്നവർ, മുത്തുനബിയുടെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് റോഡിൽ ഈ അർത്ഥത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ. എന്നിട്ട് മുത്തുനബി പറഞ്ഞ ഈ ഒരു ഹദീസിലെ 4 കാര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? പുറങ്കാലുകൊണ്ട് ചവട്ടുകൊട്ടയിലേക്ക് തട്ടി മാറ്റി
കെട്ടിപ്പൊക്കിയ ഖബറിന്റെ ജാറത്തിന്റെ വരുമാനം കൊണ്ട് ഖാലിക്കും ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും മദ്രസിലെ ഉസ്താദുമാർക്കും സാലറി കൊടുക്കുമ്പോ ഹലാലിന്റെ പണമായി മാറുമോ? അത് ഹലാലിന്റെ പണമായി മാറുമോ? അള്ളാന്റെ റസൂലും സഹാബത്തും മുൻഗാമികളും പഠിപ്പിച്ചതാണോ ഇത്? മാറി ചിന്തിക്കാൻ തയ്യാറാകണേ എന്നാണ് എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്. ആരോടുമുള്ള വൈരാഗ്യത്തിന്റെ വർത്തമാനമല്ല, ആരോടുമുള്ള വിദ്വേഷത്തിന്റെ വർത്തമാനമല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ കിടുകിടാ വിറക്കുന്ന റബ്ബിന്റെ കോടതിയിൽ തൊലിയും കൈയും കാലുമൊക്കെ സാക്ഷി പറയുന്ന തൊലികൾ സംസാരിച്ചു പോകുന്ന, എന്തിനാ ഞങ്ങൾക്കെതിരെ എന്റെ തൊലി സംസാരിക്കുന്നത് എന്ന് നാം നമ്മുടെ തൊലിയോട് ചോദിച്ചു പോകുന്ന സമയമുണ്ടല്ലോ. എന്തിനാ ലിമ ശഹിത്തും അലൈന, അല്ലെ, എന്തിനാ ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി പറയുന്നത് എന്ന് നമ്മൾ നമ്മുടെ തൊലിയോട് ചോദിച്ചു പോകുന്ന ഒരു കോടതി വരാനില്ലേ? ആ സമയത്ത് നമ്മുടെ തൊലി പറയുന്ന മറുപടി അല്ല ഞങ്ങളെ സംസാരിപ്പിച്ചതാണ് എന്ന് പറയുന്ന പടച്ചവന്റെ കോടതിയില്ലേ സുഹൃത്തുക്കളെ? ആ കോടതിയെ ഭയപ്പെട്ടിട്ടാണ് ഈ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കുക എന്നതാണ് അനാചാരം, ഖബറിന്റെ മേലെ എഴുതുക എന്നതാണ് അനാചാരം.